നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങാണ്. ഞോഞ്ഞിയുടെ പിറന്നാളാണ് കേട്ടോ, 2 ദിവസം കഴിഞ്ഞാല്. അപ്പോൾ ഇതുവരെ നമ്മൾ അവൾക്ക് ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യം സർപ്രൈസുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കാര്യമായിട്ട്. അവളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അവള് 1, 2, 3 സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങാനുള്ള യാത്ര തുടങ്ങാണ് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ പുറത്ത് ചാടിയിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ മോൾ ഓഫ് ഒമാനാണ്. നമ്മുടെ അടുത്ത് അധികം സമയമില്ല. കാരണം 2:30 നമുക്ക് തിരിച്ച് റുവിയിലെത്തണം. എസിഡിയും ഞോഞ്ഞിനെയും ഡാൻസ് ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ ഇറങ്ങി. ഇനിയിപ്പം ഞോഞ്ഞോട് ചോദിക്കാം ഞോഞ്ഞിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. ഞോഞ്ഞി ഒരു ഗംഭീര ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ ഞോഞ്ഞി പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റിലുള്ളത്? സ്റ്റഡി ടേബിള്, ബുക്കും. സ്റ്റഡി ടേബിളും ബുക്കും. ഇത് രണ്ടാണ് എനിക്ക് ആവശ്യമുള്ളത്. വേറെ ഒന്നും ആവശ്യമില്ല. വേറൊന്നും വേണ്ട, അത് രണ്ടോ മതി. ഓക്കെ, ഞോഞ്ഞിക്ക് വളരെ എന്താ പറയാ. അയ്യോ, വഴി തെറ്റിയല്ലോ. ഫ്രണ്ടിലേക്ക് അറിയോ? എന്താണെങ്കിലും ഞോഞ്ഞിക്ക് വളരെ ലിമിറ്റഡ് ആയുള്ള ആഗ്രഹങ്ങളേ ഉള്ളൂ. അതെ, ലിമിറ്റഡ് ആയ ആവശ്യങ്ങളാണല്ലോ. ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ. എന്താണെങ്കിലും എന്താ പറയാ, സ്റ്റഡി ടേബിൾ ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിന് വലിപ്പമില്ലായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ? വലിപ്പമില്ല, പിന്നെന്തല്ലാത്ത ഷെൽഫുകളില്ല, കള്ളികളും ഇല്ല. പക്ഷെ സ്റ്റഡി ടേബിൾ ഇപ്പൊ നോക്കാൻ പോകാൻ പറ്റില്ല. വൈകുന്നേരം പോവാം. ഇപ്പൊ ഞോഞ്ഞിക്ക് എന്താണെങ്കിലും ബർത്ത്ഡേക്കുള്ള ഡ്രസ് എടുക്കാൻ പോവാം. നമുക്ക് ഡ്രസ് വേണോ? അപ്പോൾ ആദ്യം നമുക്ക് ഡ്രസ് എടുക്കാൻ കയറാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. തനിക്ക് എന്ത് വേണോ? എന്താ ഒരു മാനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇല്ല, മാനി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ കിട്ടത്തില്ല. ഇവിടെ കിട്ടില്ല. മേഡ് ഇൻ ചൈന. അത് വരണം. ഞോഞ്ഞിയുടെ ബർത്ത്ഡേ ആയിട്ടാ. അച്ഛന് കാറ്, ഞോഞ്ഞിക്ക് സാധനങ്ങൾ, അച്ഛന് എസിക്ക് ഞോഞ്ഞിക്ക് മാനി പില്ലോ. ഓക്കെ, പിന്നെ എന്ത് സാധനം നോക്കാം. ഞോഞ്ഞിക്ക് ഡ്രസ്സ് നോക്കാൻ കേറി. ഞോഞ്ഞി ഡ്രസ്സ്, നമ്മൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തു ഞോഞ്ഞിക്ക്. പക്ഷെ ഞോഞ്ഞിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടായില്ല കേട്ടോ. ഇഷ്ടായില്ല, എന്നാ ഊരിയിട്ടോളോ. നമ്മൾ അതേ ഡ്രസ്സ് നമ്മള് എസിയോട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എസി പെട്ട് വരും. എസിയാ കഴിഞ്ഞോ? വാ, അതാ വന്നിരിക്കുന്നത് നമ്മുടെ എസ്തർല. ചെറുതാണ് കുറച്ച്. മതിയാ? തനിക്ക് വേണോ? അത് ഇഷ്ടായി? ഓക്കെ, എന്നാ ഞോഞ്ഞിക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞു. എന്നാ താഴെടുത്തോളോ. എസിക്ക് ഡ്രസ്സിനോടുള്ള ഇഷ്ടം കാരണം എസി അത് ഊരാൻ പോലും റെഡിയല്ല. അത് കാരണം എസീനെ വെച്ചിട്ട് അവര് സ്കാൻ ചെയ്തോട്ടാ. ഇതിട്ടിട്ട് തന്നെ പോണേ. പേയ്മെന്റിന് എസീനെ എടുത്തിട്ടാണ് അവര് സ്കാൻ ചെയ്തത്. ആ സ്റ്റിക്കർ കട്ട് ചെയ്ത് കളഞ്ഞോളോ. നമ്മള് അവിടെ നിന്ന് ഇറങ്ങി കുറെ സ്ഥലത്തായിട്ട് അലഞ്ഞിരിഞ്ഞ് കിടക്കണു. ഞോഞ്ഞിക്ക് പറ്റിയത് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞോഞ്ഞിക്കാണെങ്കിൽ ഒന്നും അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. എന്താണെങ്കിലും ഇപ്പം ഡ്രസ്സിംഗ് റൂം കയറി പോയിണ്ട്. നോക്കാം നമുക്ക്. എസിക്ക് എന്താ ആവശ്യം? ഓ, അതാ വരുന്നു ഞോഞ്ഞി. അച്ചു മാറുന്ന എന്തത് ഗുണ്ടോട് നടക്കണ പോലെ നടക്കണ എന്റെ കുട്ടിയെ. ആ വള്ളി ഒരു രസല്ല, പിങ്ക്. അതെങ്ങനെ ഇടുക? കൈയിടാതെ ആ കുട്ടിക്ക് ഡ്രസ് ഇട്ട് കൊടുക്കണ. ഇതിപ്പോ ഇങ്ങനെ ഇടുമ്പോ രസമുണ്ട്. എന്നിട്ടോ ഇതോ? അപ്പൊ മറ്റേന് കഴിയില്ല. ഒരു സുഖല്ല. അതെന്താ? Only this much. എന്ത് സാധനാണ് ഇത്?
അവിടെ ഇവിടെ കീറി വെച്ചിരിക്കുകയാണ്. ഇത് കയ്യാന്ന് എനിക്ക് അറിയില്ല. അവിടെ ഇവിടെ കീറി വെച്ചിരിക്കുകയാണ്. ഇല്ല. എന്റെ അഭിപ്രായത്തിൽ അതില് സുഖമൊന്നുമില്ല. ആണോ? ഇല്ല. ന്യൂന് ഒന്നാമത് മെലിഞ്ഞിരിക്കുന്നത്. നമുക്ക് വേറെ നമ്മൾ ട്രൈ ചെയ്യാം. ഇതാക്കിയാ തന്നെ ഫൈനലാക്കിയോ? എനിക്ക് അത് തന്നെ മതി. അവളാണല്ലോ ഇടുന്നത്, നമുക്ക് അത് തന്നെ മതി. എനിക്ക് വലിയ ഇഷ്ടായില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടായില്ല. തനിക്കല്ലേ വേണമെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ ചവിട്ടിയിരിക്കല്ലേ, കാല് താഴ്ത്തിയിട്. എന്താ കഴുത്തൊരു മാലട്ട റെഡിയാവല്ലേ? തനിക്കിഷ്ടായോ? എന്നാ വാങ്ങി അവസാനിപ്പിക്കേ. ഞാൻ ഡ്രസ്സ് നോക്കി നടന്ന് നമ്മൾ ക്ഷീണിച്ച് അവസാനം എന്താ ഭക്ഷണം കഴിക്കാൻ കയറി. ഞാൻ എന്റെ കണ്ണ് തെറ്റി ഇവിടെ തീർന്നു സാധനം. എല്ലാം തീർത്തു, ഒരു സാധനം ബാക്കിയില്ല. പെപ്സിയും തീർന്നു. എനിക്ക് ചെറുതായിട്ടൊരു പ്ലേറ്റ് ഷവർമ വാങ്ങാൻ പോയതാണ്. അത് തുറന്ന പ്ലേറ്റ് ഷവർമയിലൊന്നുമില്ല, റൊട്ടി മാത്രമേ ഉള്ളൂ. ഓ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ അഭിഷേകം. ദാരിദ്ര്യം പിടിച്ച പ്ലേറ്റ് ഷവർമ കേട്ടോ. കണ്ടോ, ഇതിലൊന്നുമില്ല. ഇത് ബർഗറും നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ഞങ്ങൾ കഴിച്ചു. എല്ലാരും കഴിച്ചാ? ഇവിടെ ഞോഞ്ഞരം കഴിച്ചു തീർന്നോ? തീർക്ക പെട്ടെന്ന് തീർക്ക. നഗറ്റ്സ് ബാക്കിയുണ്ട്, കഴിച്ചോളോ. എന്താണെങ്കിലും ഇനി ഇതൊരു കരക്കടിപ്പിച്ചിട്ട് വരാം. പക്ഷെ ഇതിലൊന്നുമില്ലടി. ഒരു കുട്ടി എന്താ അവിടെ എടുക്കണ്ടെന്ന് അറിയാതെ അങ്ങോട്ട് കൂടെ നടക്കണ്ടേ. ഞോഞ്ഞ എന്താ എടുത്തത്? ഏതാ? ഇതാ തന്റെ ഡക്കിന്റെ ബുക്ക് വേണമെന്ന് പറഞ്ഞത്. കീ ബാക്കിലുണ്ട്. ഓക്കെ, ഹാപ്പി. ചലോ. ഡിസോണ് പോയിരിക്കും. ഞാൻ കുട്ടിക്ക് ആ സാധനം കിട്ടാത്തൊരു സമാധാനം ഉണ്ടാവില്ല. അതെ, അത് കിട്ടാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. ആളെ കാണാനില്ല കേട്ടോ. ആളെ ആദ്യം ഓടി. കഴിഞ്ഞ ആഴ്ചയായിട്ട് വന്ന് ഇവിടെ കണ്ടുവെച്ച് പോയതാണ്. എന്താ വെച്ചേ? ഏത് മോട്ടോർ ബൈക്ക്? അപ്പൊ കാറ് വിട്ട് മോട്ടോർ ബൈക്കിൽ കയറിയ? ഏത് മോട്ടോർ ബൈക്ക്? നിങ്ങൾക്ക് വല്ല സൂക്കടം ഉണ്ടോ? തനിക്ക് എത്ര ബൈക്ക് അവിടെ ഉണ്ട്? ഈ മോട്ടോർ ബൈക്ക് ഇതൊന്നും ഓടിക്കാൻ പറ്റില്ല അച്ഛൻ. എനിക്ക് ഇല്ല, ഇതൊന്നും ഓടിക്കാൻ പറ്റില്ല. വന്നതാ. സോറി, ഇതൊന്നും ഓടിക്കാൻ പറ്റില്ല അച്ഛൻ. ഇല്ല. മോട്ടോർ ബൈക്ക് ഒന്നും വാങ്ങാൻ പറ്റില്ല. ഇല്ല. വേറെ വല്ലതും വാങ്ങണം തനിക്ക്. തനിക്കിതാ ഇതേപോലത്തെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഇനി വേറെ മോട്ടോർ ബൈക്കൊന്നും ഇല്ല. ഇല്ല. വന്നേ പോവാ. കാറൊന്നും വേണ്ട അച്ചു. കാർ ഇഷ്ടമാതിരി ഉണ്ട്. ഈ ടൈപ്പ് കാർ തന്റെ അടുത്ത്. ഏത് കാറ്? അത് വേണ്ട എന്റെ കുട്ടിയെ. ഇത് എത്ര കാറുണ്ട് തന്റെ അടുത്ത്? ഇത് എക്സ്പെൻസീവാ. ഞാൻ റിച്ച് ഒന്നുമല്ല. കുറച്ച് റിച്ച് ഒന്നുമല്ല ഞാൻ. ये അറിയാ कितने का है? ये वो 3 रियाल का है. ഇപ്പൊ കാറ് മാറ്റി അടുത്തേക്ക് കിടന്നോ? തനിക്ക് എന്താ വേണ്ട? മാറുന്നേ, നടന്നേ. വല്ല അസുഖമുണ്ടോ? പോവാ. അവര് പോയി. ഈ സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. അവർ ഓൾറെഡി പോയി. വന്നേ. കാറ് വേണമെങ്കിൽ കാർ എടുത്തിട്ട് വായോ. പോവാ. അതിന് തന്നെ അറിയില്ല തന്നെ എന്താ വാങ്ങണ്ടതെന്ന്. എന്ത് പറയണ? ഇതപ്പൊ കാറ് മാറ്റി. നേരത്തെ വേറൊരു കാറാ നോക്കണ്ടായിരുന്നു. ഇപ്പൊ വേറൊരു കാറായി. ഇല്ല. വന്നേ, ഒന്നും വാങ്ങണ്ട. വാ. അന്ന് വേഗം എടുക്കണ്ട. വേഗം എടുത്തിട്ട് വാ. ഒരു 5 കാറായി ഇപ്പൊ മാറ്റണോ? എടുത്തോ? ഏതെടുത്ത്? ഫൈനലാക്കുക. എന്നാ പോയി ബില്ല് പേ ചെയ്തിട്ട് വാ. വേഗം വാ.
കാറൊന്ന് കാണിച്ച. ഈ തുറക്കണ സാധനം വാങ്ങാനാണ് അത് വാങ്ങിയത്. ഇങ്ങനത്തെ സൈബർ ട്രക്ക് മുംബൈനോട് എന്താ ആഗ്രഹം അല്ല അച്ഛോ ചെറിയ കാറ്. ഇനി അടുത്ത പ്രാവശ്യം വേറെ കണ്ടുവച്ചിട്ടുണ്ടോ? അടുത്ത പ്രാവശ്യത്തേക്കുണ്ടോ? ഇനി ഞാൻ കാറ് വാങ്ങി തരില്ല, കേട്ടില്ലേ? ഞാൻ കേറില്ല, ഞാൻ വാങ്ങി തരില്ല ഇനി കാറ്. ഇത് ലാസ്റ്റ് കാറാ. ഒരു 50 കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഞോഞ്ഞയുടെ എന്താ പറയാ സ്റ്റഡി ടേബിൾ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പിച്ചാ? ഏത്? ബ്ലാക്ക് വേണ്ട, ഈ സെയിം അല്ലേ എസിയുടെ അടുത്തിരിക്കണത്? ഈ സെയിം എസിക്ക് ഉണ്ട്. അപ്പൊ ഞോഞ്ഞ് അതിന്റെ വൈറ്റ് കളർ വാങ്ങാന്ന് വിചാരിച്ചു. ഇതാണ് വൈറ്റ് അല്ലേ? ഇത് പോരെ? ഇതെന്താ സംഭവം? അത് സെയിം ആട്ടാ, ഒരു വ്യത്യാസവും ഇല്ല, സെയിം. എല്ലാ കള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇഷ്ടമാതിരി സ്റ്റോറേജ് ഉണ്ടല്ലോ. ഇതാ ഇവിടെ പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ്, ഇഷ്ടമാതിരി സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഫൈനലാക്കല്ലേ എന്നാ? ഹാപ്പി എന്നാ വിട. അവിടെ ഞോഞ്ഞ് വൈറ്റ് കളർ, തന്റെ ബ്ലാക്ക് കളർ. അച്ഛന് ഒരെണ്ണം വേണമെന്ന് പറയണ്ടായിരുന്നോ? അല്ല, ഞോഞ്ഞരുണ്ടല്ലോ, ഞോഞ്ഞയുടെ അച്ഛനും കൊടുത്താ മതി. ഓക്കെ, അപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ? നമുക്ക് വിടാം. ഓക്കെ. എന്താ ഡ്രീം ചെയ്യണ സിയ? എങ്ങോട്ട് പോകണം ഡ്രീം ചെയ്യണ? അല്ല, ആ ബേർഡിനെ പറ്റി ഡ്രീം ചെയ്യാണ്. എന്താ ഡ്രീം ചെയ്യണ്ട സിയ? എന്തിനാ മരിക്കണ ഡ്രീം ചെയ്യണ? അച്ഛേ, എവിടെയായിരുന്നു താൻ? കൊറേ നേരമല്ല കണ്ടിട്ട്. എവിടെ? അച്ഛനൊരു ഗെയിമിംഗ് ടേബിൾ വാങ്ങണം, കുറച്ചുകൂടി ബിഗ് ആയിട്ട്. ഇപ്പൊ വേണ്ട, കുറച്ചുകൂടി ബിഗ് ആയിട്ട്. കുറച്ചുകൂടി ബിഗ് ആവട്ടെ, എന്നിട്ട് വാങ്ങാം. അങ്ങനെ നമ്മുടെ ഹൈക്കാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നടന്ന് ക്ഷീണിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ എല്ലാവരും ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. നീ തീറ്റയും തുടങ്ങിയ? ഒരു നമ്മള് ചിക്കൻ എന്താ സാജ് ഷവർമയും പറഞ്ഞു, ഒരു ചിക്കൻ ഷവർമയും പറഞ്ഞു കേട്ടോ, ചിക്കൻ ടിക്ക ഷവർമയും. ഇനിയിപ്പൊ ഇത് കഴിച്ചിട്ട് വേണം ഇത്രയും നേരം നടന്നതിന്റെ ആരോഗ്യം തിരിച്ചു കയറ്റാൻ. ഹൈക്കേലേക്ക് കയറിയതാ പ്രശ്നം, ഒരു ലോഡ് നടക്കാണ്ട്. എന്താണ്? ഗുഡ് ആയിക്കോട്ടെ, വേഗം കഴിച്ചോളോ, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോണം. നീ കഴിഞ്ഞില്ലേ സാധനങ്ങളൊക്കെ? ഇനിയൊന്നും ബാക്കിയില്ലല്ലോ. എവിടെ? അവിടെ എന്താ? അത് ലിസ്റ്റിലുണ്ടായിരുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. രാവിലെ ഇറങ്ങുമ്പോ ചോദിച്ചാണല്ലോ. ഒരാളോട് മെസ്സേജ് അയച്ചിട്ടില്ല. ലിസ്റ്റിലെ സാധനങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞു. എന്നാ പെട്ടെന്ന് വാ, വേഗം വാ, സമയം ഒരുപാടായി. അച്ചു എന്താ ഊരി പോവാൻ തുടങ്ങിയാ? തനിക്ക് വേറെ വല്ല ഷൂട്ട് വന്നാ മതിയായിരുന്നില്ലേ? അത് ഇട്ട സിബ് ഇട്ടുണ്ടോ? ബാന്നാ എന്ത് സാധനാണിത്? എന്നോട് മോഹനയുടെ എന്തോ സാധനം ഉണ്ടെന്ന്. ഞാൻ സാധാരണ ബോർഡേഴ്സ് ബുക്കാ നോക്കാറുണ്ട്, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇന്ന് മോഹന പറഞ്ഞു അതിൽ എസിയും കയറി പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ അടിയാവാ. എന്താ എസി? എന്ത് സാധനം? എസിക്ക് സാധനം അറിയില്ല, ഉണ്ടാവില്ല. എന്താണ് ന്യൂനി എന്താ പറയുന്നത്? എസിക്ക് വേണം അതെന്താണെങ്കിലും. വേറെ പ്രിൻസസ് നോക്കൂ, ഞാൻ ആദ്യം അത് കണ്ടത്. ഞാൻ പറഞ്ഞു മോഹനുണ്ടെന്ന്. എന്നാലും ന്യൂനിനെ കണ്ടല്ലേ? അപ്പൊ എസിന് അവര് വേറെ വരും. എസി ഒരു ലോക്കിട്ട ഒരു ബുക്ക്, ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ലോക്കിട്ട ഒരു ബുക്ക്. ഇതാ എന്ത് ലുക്ക്? ഈ ഒരു ബുക്കല്ല ഇപ്പൊ മോളിന്ന് വാങ്ങിയത്? മോളിന്ന് മേടിച്ചത് ലോക്കിട്ട ഒരു ബുക്കാ, വേറെ ഒന്നുമില്ല. ഇത് ബുക്കാണ്. റൈറ്റിംഗ് പാഡ്. കീ ഉള്ളത്. ഇതിന്റെ ഇപ്പൊ ഒരു ബുക്ക് മേടിച്ചോ? ഞാൻ വെച്ചാൽ വേറെ എന്തെങ്കിലും സാധനം ആയിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിയതാ. ഇതാണ് ഒരു ബുക്കാ പൊന്നോ, വേറെ ഒന്നുമല്ല. താനല്ല ഇപ്പൊ ഒരു ബുക്ക് വാങ്ങിയത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്.
എന്തിനാ തനിക്കത്? എടേ അവിടുന്ന് 2 ബുക്ക് 2 or 3 ബുക്ക് മേടിക്കായിരുന്നു ക്ലാസ്സിന്. പലപ്പോഴായിട്ട് മേടിക്കാം. അത് വാങ്ങണ്ടല്ലോ ഞോഞ്ഞ്. ഈ ഒരു ബുക്കിന് 8 റിയാല്. 8 റിയാല. എവിടെ സാധനം? മൂവാനയുടെ ബുക്കിന് 8 റിയാല്. അങ്ങനെ എഴുതണ്ട. ഞാൻ ഡിസൈൻ ചെയ്തു. അത് കണക്കിലെടുത്ത് നമ്മളത് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. മുതലാവില്ല. ഒന്നല്ലല്ലോ. ഓക്കെ ഞോഞ്ഞി. ജോലിക്ക് മേടിക്കുമ്പോ എസ്സിക്ക് മേടിക്കണം. എസ്സിക്കും വാങ്ങണം. എസ്സി ലൈനിലാണ് അത് എടുക്കാൻ വേണ്ടിട്ട്, ചാടാൻ വേണ്ടിട്ട്. എസ്സി എന്തടി ഇരുന്ന് തരയണ വിടുക. നമ്മളോട് കൊറേ ആൾക്കാരായില്ലേ ചോദിക്കണേ വിംബി കിഡിന്റെ ബുക്ക് എവിടെയാ കിട്ടാന്ന്. വിംബി കിഡിന്റെ എല്ലാ സീരീസും എന്താ ബോർഡേഴ്സിൽ വന്നാ കിട്ടൂട്ടാ. ബോർഡേഴ്സില് വിംബി കിഡിന്റെ എല്ലാ സീരീസും ഉണ്ട്. ബോർഡേഴ്സ് നമ്മുടെ അവന്യൂസ് മോളിലുള്ള ബോർഡേഴ്സില്. എത്ര ഒരു ബുക്കിന് റേറ്റ് വരുന്നത്? എത്ര വരുന്നത്? 5,700 തൊട്ടിട്ട് ബുക്കുകളുണ്ട്. 5,700 ഉണ്ട്. പിന്നെ എത്രയാ? 4,500. ആ റേറ്റിനൊക്കെ വിംബിക്കെട്ടിന്റെ ബുക്ക് കിട്ടാണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ബോർഡേഴ്സിൽ വന്ന് വാങ്ങാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞുട്ടാ. ഇനി രാത്രിയില് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടൊന്ന് കഴിക്കണം. നമ്മുടെ റുവിയില് അവിടെ മഹാരാജാസിന്റെ ഒരു വെജ് റെസ്റ്റോറന്റ് പുതിയതായി ഓപ്പൺ ആയിട്ടുണ്ട്. അധികം കാലമായിട്ടൊന്നുമില്ല, ഓപ്പൺ ആയിട്ടെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ പോയി ഒന്ന് പരീക്ഷിക്കാന്ന് വെച്ചു. ഈ മഹാരാജ അടിപൊളി ഒരു വെജ് റെസ്റ്റോറന്റ് ആട്ടാ. നല്ല അടിപൊളി ഇരിക്കാനുള്ള സൗകര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. മെനു ആണെങ്കിലും ഒരുപാട് വിശാലമായ മെനു ആണ്. സൂപ്പ്, ഇറ്റാലിയൻ അപ്പറ്റൈസർ, തന്തൂരി, ചൈനീസ്, ന്യൂഡിൽസ്, ദാല്, മെയിൻ കോഴ്സുകൾ കുറെ ഉണ്ട്. ബിരിയാണി, റൈസ്, ഇറ്റാലിയൻ മെയിൻ കോഴ്സ്, പിന്നെ പല വെറൈറ്റി ദോശാസ് ഉണ്ട്, ചാട്ട്, ജ്യൂസ്, സ്പെഷ്യൽ റവ ദോശകള്, പൂരി, സ്പെഷ്യൽ പൊറോട്ടാസ്, അങ്ങനെ ഒരുപാട് വിശാലമായ മെനു ആണ് കേട്ടോ. നമ്മളൊരു ലെമൺ കോറിയൻഡർ സൂപ്പ് വെച്ച് തുടങ്ങാണ് കേട്ടോ. അടിപൊളി സൂപ്പാട്ടോ. നല്ല സ്റ്റീൽ പാത്രത്തിലൊക്കെ ഉടഞ്ഞ അടിപൊളി സൂപ്പാട്ടോ. അത് കഴിഞ്ഞ് നമ്മളോട് ഒരു തന്തൂരി അച്ചാരി ടിക്ക പറഞ്ഞു കേട്ടോ. പനീറാണിത്. അപ്പം പ്രസന്റേഷനൊക്കെ അടിപൊളിയാണ്, കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പൊടി ദോശ ഉണ്ട് എസ്സിക്ക്. എസ്സി ബാ എസ്സി വന്ന് കഴിക്കേ. എസ്സിക്ക് പൊടി ദോശ ഉണ്ട്. പിന്നെന്താ പറഞ്ഞേ? പൊടി ഇഡ്ഡലിയും കൂടി വരാണ്ട് കേട്ടാ. ഞാനൊന്നും പറഞ്ഞില്ല. അതെന്തേ? എന്നാ പിന്നെ ഇത് എടുത്ത് കഴിച്ചോളോ. എന്നാ പനീർ ടിക്ക അല്ല, പനീർ അച്ചാരി ടിക്ക കഴിച്ചിട്ട് അതിന്റെ രുചി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ. ഒരു പീസ് കടിക്കേ. നല്ലതാ. പായലിക്ക് രുചി എത്തിയാ? ചായയൊക്കെ വെറൈറ്റി ആണല്ലോ. സ്റ്റീൽ കപ്പില്. നല്ല ചായ. കോഫി ചൂടുണ്ടാവുക. പൊടി ദോശ എങ്ങനെയുണ്ട് ഗിർണ? പക്ഷെ ഒരു പൊടി ദോശയില് നെയ്യ് ഇവിടെ ഒഴിക്കണില്ല അല്ലേ? ഇവിടെ നെയ്യും ചുവപ്പ് കളറും ഇല്ല. അത് പൊടി ഇഡ്ഡലി അല്ലേ? ആ പൊടി ഇഡ്ഡലിയുടെ നെയ്യ് ഒഴിക്കണില്ല. ഇഡ്ഡലിന് എനിക്ക് തോന്നണ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് തോന്നണോ അല്ലേ? ഇഡ്ഡലിയില് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ദോശയില് നെയ്യ് ഒഴിച്ചിട്ടില്ല. രുചിയുണ്ടോ? ഗരം മസാലയുടെ രുചി പോലെ എനിക്ക് തോന്നുന്നു. ഒരു വേറൊരു മസാല ബോംബെന്നാണ് നമ്മൾ ഏറ്റവും നല്ല പൊടി കഴിച്ചത്. നല്ലല്ല പോരാ? ഇഡ്ഡലി പോരാ? ദോശയോ? കുഴപ്പമില്ല, കഴിക്കാം. രസമാണ്. ഒരു മസാല ആക്കിയിട്ടുള്ള അതാണ്. സവോളയൊക്കെ പല ഇഷ്ടംമാതിരി വെറൈറ്റി ചട്നികളുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംമാതിരി ചട്നികളുണ്ട്. നമുക്കൊരു ചോക്ലേറ്റ് ബ്രൗണി കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണെന്നാണ് പറഞ്ഞിരിക്കണത് അല്ലേ? ഇന്നത്തെ ആദ്യത്തെ എന്താ ഇന്ന് ലോഞ്ചാന്നല്ലേ പറഞ്ഞേ? ഇന്നത്തെ ലോഞ്ചാന്നാണ് പറഞ്ഞത് ചോക്ലേറ്റ് ബ്രൗണി. അപ്പൊ നമ്മൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കഴിക്കേ. എന്താ പറഞ്ഞ? അടിയില് പൈനാപ്പിള്. അടിയില് പൈനാപ്പിൾ അല്ല, പൈനാപ്പിളിന്റെ ഇത് മാത്രമേ ഉള്ളൂ തോന്നണോ? എന്താ തണ്ട്? പൈനാപ്പിളിന്റെ മോൾ ഭാഗം കഴിക്കാൻ പറ്റുണ്ടാവില്ല. കഴിക്കാൻ പറ്റുമല്ലോ. എങ്ങനെയുണ്ട്? ട്രൈ ചെയ്യേ. ചൂടുന്നുണ്ടാവില്ല. എന്താ ഗുഡാ?
വീശിക്കോളോ. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഞോഞ്ഞയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ഷോപ്പിംഗ് വീഡിയോ. എല്ലാം കഴിഞ്ഞ് എന്താണെങ്കിലും നമ്മള് വീട്ടിൽ തിരിച്ചെത്തി. ഞോഞ്ഞിയെ എങ്ങനെയുണ്ടായിരുന്നോ? എന്തായിരുന്നു? എല്ലാം നല്ലതായിരുന്നു. എനിക്ക് വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടിയോ? ഇനി ഗെറ്റിംഗ് റെഡി ഫോർ ബർത്ത്ഡേ. അപ്പൊ അങ്ങനെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും Bye.